ഹായ്, പലപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ളൊരു ചോദ്യമാണ് ഇത്. ചിലപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ എൻ്റെ ചേച്ചീനെ കണ്ടപ്പം അവൾ എന്നോട് പറഞ്ഞു, എടീ കൊച്ചേ, നീ അറിയല്ലേ അവിടുത്തെ ഇന്നെ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞു എന്നോട്. അവൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് സങ്കടമായി പോയെന്ന് പറഞ്ഞു. ഈ ജീവിച്ചിരുന്നപ്പോൾ ആ അമ്മേനെ ആരും നോക്കിയില്ല, അന്വേഷിച്ചുമില്ല, ഒരു നേരത്തേനുള്ള ഒരു ഭക്ഷണത്തിന് പോലും മക്കൾ കൊണ്ട് കൊടുത്തിട്ടും ഇല്ലെന്ന് പറഞ്ഞു. ആ മക്കൾക്ക് ആ മക്കളും ഉണ്ട്, പെമ്മക്കളും ഉണ്ട്, അതിലുപരി സഹോദരങ്ങളും ഉണ്ട്. അന്നേരം പറയാം, മരിച്ചു കഴിഞ്ഞപ്പം വന്ന് കിടന്ന് തല്ലിപ്പടച്ച് കിടന്ന് കരയുന്ന കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഓരണമില്ലാതെ എല്ലാം തിന്നിട്ട് നല്ല പെട കൊടുത്ത് വിടാനായിട്ട് തോന്നിയതാന്ന് പറഞ്ഞു. ഈ അമ്മേനെ ഞാനും അറിയുന്നതാ. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ വേണ്ടത് ഓരോ കാര്യങ്ങളും കാരണന്മാർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അവർ നമ്മളെ എന്തോരം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാണ് നമ്മളെ വളർത്തി ഓരോ ആളാക്കുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ കാരണന്മാർ പ്രായമായി കഴിയുമ്പോൾ. അവരും അങ്ങനെയൊക്കെയാണെന്നേ. ചിലർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ചിലർ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിക്കുന്ന കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറച്ചിലൊക്കെ നിലച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെയൊക്കെ വില മനസ്സിലാകുന്നത്. എപ്പോഴും നമുക്ക് നമ്മുടെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. നമ്മുടെ അപ്പൻ ജീവിച്ചിരിക്കുമ്പം നമ്മൾ ഓരോരുത്തരും രാജകുമാരന്മാരും രാജകുമാരിമാരും ഒക്കെയാണ്. നമ്മുടെ അമ്മ ജീവിച്ചിരിക്കുമ്പോഴാണ് രക്തബന്ധങ്ങൾ കൂടുതൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. ഇവരില്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല. നമുക്ക് വേണ്ടിയിട്ടൊന്ന് വിഷമിക്കാൻ, നമ്മളൊന്ന് കരയുമ്പോൾ നമ്മുടെ കൂടെ കരയാൻ ഈ പറയപ്പെടുന്ന മക്കളൊന്നും കാണിയല്ല. ഒന്ന് പോട്ടെ മക്കളെ എന്ന് പറയാനായിട്ട്, സന്ധ്യാനേരത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ, ഇതൊക്കെ വേണം. നമ്മുടെ കാരണവന്മാർ വേണം. നമ്മുടെ വിഷമങ്ങളിൽ അവരെ വിഷമിക്കത്തുള്ളൂ. ഒരു പഴഞ്ചൊല്ലില്ലേ, 10 അമ്മ ചമഞ്ഞാലും പെറ്റ അമ്മയാകുകയല്ലെന്ന്. അപ്പോൾ അവരവിടെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും വന്ന് മക്കൾ കിടന്ന് തല്ലി അലച്ച് മൂട്ടിക്കിടന്നുകൊണ്ട് കരയുന്നു, ബഹളം വെക്കുന്നു. അയ്യോ പോകല്ലേ, എന്നെയും കൂടെ അങ്ങ് കൊണ്ടുപോക്കോ, അമ്മയില്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അപ്പിയിട്ട് കിടന്നു കഴിഞ്ഞപ്പം പോലും തിരിഞ്ഞു നോക്കാത്തോരണോ. ഒരു ദിവസം എൻ്റെ ചേച്ചിയാണ് ചെന്നേച്ചും കഴിഞ്ഞിട്ട് അവരെ ആ തുണിയെല്ലാം അടിച്ച് നനച്ച് കഴുകി കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണവും പാചകം ചെയ്ത് കാണുമ്പോഴും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ആ വഴിക്ക് പോകുമ്പോഴും ഒക്കെ ഇവരൊക്കെ ഒന്ന് കയറിക്കൊണ്ടിരുന്നത്. ഈ മക്കൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞതാ അവരോട് 4 വർത്താനം പറഞ്ഞു വിടണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അതിലെല്ലാം വിഷമം. ഈ അമ്മ അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നാട്ടിൽ കിടന്ന തിരുമേനിമാരെ കർമ്മീനെ വിളിച്ചു വരുത്തി. അപ്പം അമ്മ മരിച്ചത് ദോഷ നാളിലാണ്. ഇത് മരിക്കുന്നവർക്കറിയാൻ പറ്റുമോ നല്ല നാളാണോ ദോഷ നാളാണോ എന്ന്. എന്നിട്ട് പറയും, മക്കൾ പറയുന്നതിന് അവരിരുന്നപ്പോഴും പാര, ഇത് മരിച്ചപ്പോഴും ഞങ്ങൾക്ക് കുരിശും പാരയാന്ന്. ഇത് മരിക്കുന്നവർക്കറിയാവോ എനിക്ക് ഇന്ന നാളിൽ മരിക്കണമെന്ന് പറയാൻ പറ്റുമോ? കാലം വന്ന് കൊണ്ടുപോകുമ്പോൾ എന്നെ നല്ല നാളിൽ കൊണ്ടുപോകണമെന്ന്. ഇത് ഞങ്ങൾക്ക് ശല്യത്തിന് വേണ്ടിയിട്ടാണ്. ജോത്സ്യനെ വിളിച്ചെന്നോ അല്ല കർമ്മീനെ വിളിച്ചുകൊണ്ടെന്ന് കർമ്മം ചെയ്തപ്പം തന്നെ 13,000 രൂപയായി. അത് കഴിഞ്ഞ് സഞ്ചയനം നടത്തി നല്ലൊരു പൈസയായി, 10ഉം 11ഉമായി. പിന്നെ 41-ന് ഹോമം നടത്തി കൊണ്ടുപോയി പുണ്യസ്ഥലത്ത് കൊണ്ടുപോയി ഒഴുക്കി. എന്തുമാത്രം രൂപ കളഞ്ഞു വെറുതെ. ആ അമ്മ ജീവിച്ചിരുന്നപ്പം സന്തോഷത്തോടെ ഒരു നേരത്തെ ഭക്ഷണം ഈ മക്കൾക്ക് കൊടുക്കത്തില്ലായിരുന്നു, അല്ലെ ഒരു നേരത്തെ മരുന്ന്, നല്ല ഒരു ഡ്രസ്സ്, ഇതൊന്നുമില്ലാതെ ആ അമ്മ ഈ മക്കളുടെ മുഖം പോലും കാണാതെ അങ്ങ് മരിച്ചു. എന്ത് നല്ലൊരു അമ്മയാത്. ഇത് കൂട്ട് മക്കളുടെയൊക്കെ മുഖം കാണാതെ പോകുന്നതല്ലേ നല്ലത്. മരിച്ചു കഴിഞ്ഞപ്പോഴത്തെ ആവലാതിയും പദം പറച്ചിലും കരച്ചിലും അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ട് നാട്ടിൽ കിടക്കുന്നവരെ മുഴുവൻ നമ്മുടെ പത്രാസ് കാണിക്കാൻ വിളിച്ച് നാടടച്ച് വിളിച്ച് സദ്യ കൊടുക്കുന്നു. ആ സദ്യയുടെ കാശ് വേണ്ടല്ലോ നമ്മുടെ അമ്മേനെ അല്ലെ അപ്പനെ സംരക്ഷിക്കാൻ, അല്ലെ നമ്മുടെ കൂടപ്പുറപ്പിന് ഒരു നേരത്തേന് കൊടുക്കാനായിട്ട്. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഹസനമൊക്കെ ചെയ്യുന്നത്? മരിച്ചവന് വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട. നമ്മുടെ ശരീരത്തും ഈ ജീവൻ അന്തരീക്ഷത്തിലോട്ട് അലിഞ്ഞു ചേർന്നാൽ അവിടെ ഒന്നുമില്ല. ഒരു കർമ്മത്തിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. എല്ലാ കർമ്മഫലങ്ങളും അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അതിലാണ് കർമ്മം ഇരിക്കുന്നത്, അല്ലേ? മരിച്ചു പോയ ഒരാൾക്ക് അറിയാൻ പറ്റുമോ എൻ്റെ മക്കൾ എനിക്ക് ഇന്നത് വേണ്ടിയിട്ട് ഇന്നത് ചെയ്യുന്നുണ്ട്, അവർ വന്ന് വിഷമിക്കുന്നുണ്ട്, അവർ വന്ന് തല്ലി അലച്ച് കരയുന്നുണ്ടെന്ന്? ഒന്നുമില്ല. ജീവിച്ചിരിക്കുമ്പം നമ്മൾ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ അല്ലെ കയ്യെ പിടിച്ചു ഒരു 10 ചുവട് നടത്തിച്ചു, നമ്മുടെ കൂടെ സ്നേഹത്തോടൊന്ന് ചേർത്ത് നിർത്തി, അവരുടെ തലയിലൊന്ന് തലോടി, അവർക്കൊരു ഉമ്മ കൊടുത്തു. അവർക്കുണ്ടാകുന്ന സന്തോഷം എന്താണെന്നറിയാവോ? അവർക്ക് ഈ ഭൂമി പിന്നെ വേറെ ഒന്നും വേണ്ട.
ഇത് മരിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹിപ്പിക്കുന്നവരാണ് ദഹിപ്പിക്കുക, അടക്കം ചെയ്യുന്നവരാണ് അടക്കം ചെയ്യുക. അതുമാത്രം ചെയ്താൽ മതി. ഇനിയുള്ള തലമുറയെങ്കിലും ഈ അന്ധവിശ്വാസത്തിൻ്റെ ഒന്നും പുറകെ പോയി ഈ കർമ്മി തിരുമേനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു ഉപജീവന മാർഗമായി ഇത്. ഒരാൾ മരിക്കുമ്പം അവർക്ക് ഒരു 6 മാസത്തേനുള്ള അവരുടെ വീട്ടുചെലവിൻ്റെ കാര്യങ്ങൾ അവിടെ നടന്നു പോണത് നമ്മളെ എല്ലാം വെറും വിഡ്ഢികളാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഒരു തിരുത്തുണി മാത്രം നമ്മൾ തന്നെ കത്തിച്ച് വെക്കുക, ആ സമയമാകുമ്പോൾ എടുത്ത് അടക്കം ചെയ്യുക. അതിൻ്റെ ആവശ്യമുള്ളൂ. ജീവിച്ചിരിക്കുമ്പം ചെയ്യുന്ന കർമ്മഫലമാണ് ഏറ്റവും വലിയ ഫലം. നാളെ നമ്മുടെ മക്കൾ നമ്മളോടും തിരിച്ചു ചെയ്യുന്ന ഇതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? തെറ്റോ ഞാൻ ഈ പറഞ്ഞ തെറ്റോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം പിന്നെ കാണാം. ടാറ്റാ.